ഇന്ന് 40 വയസ്സ് തികയുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ജീവിതത്തെയോ കരിയറിനെയോ കുറിച്ച് അധികം പറയേണ്ടതില്ലാത്ത രൂപത്തിൽ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന, ഫുട്ബോളിനെ ആരാധിക്കുന്ന ആളുകളുടെ ഹൃദയത്തിൽ ആ പേര് പതിഞ്ഞിട്ടുണ്ട്. പോർച്ചുഗലിലെ കൊച്ചു നഗരമായ മദീരയിൽ നിന്ന് ലോക ഫുട്ബോളിന്റെ ഹൃദയത്തിലേക്ക് വളർന്ന ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ജീവിതം ഇതിഹാസ തുല്യമാണ്. ചെറുപ്പത്തിൽ പഠനത്തിൽ താല്പര്യമില്ലാതിരുന്ന റൊണാൾഡോ ഫുട്ബോളിനോടുള്ള തന്റെ പാഷനിൽ അടിയുറച്ചു നിന്നു. അതുകൊണ്ട് തന്നെ ജന്മനാടായ ഫിൻജാലിലെ ആൻഡറീന ക്ലബിൽ താൽക്കാലിക കിറ്റ്മാനായിരുന്ന തന്റെ പിതാവിനെ പിന്തുടരുന്നതിൽ റൊണാൾഡോക്ക് സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തന്റെ 8ാമത്തെ വയസ്സിൽ അതേ ആൻഡറീന ഫുട്ബോൾ അക്കാദമിയിൽ ചേർന്ന് റൊണാൾഡോ തന്റെ ഫുട്ബോൾ യാത്രക്ക് തുടക്കം കുറിച്ചു. റൊണാൾഡോയെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതിനും പരിപാലിക്കുന്നതിനുമായി അദ്ദേഹത്തിന്റെ അച്ഛൻ ജോസ് അവേറോ ക്ലബിൽ മുഴുവൻ സമയ കിറ്റ്മാനാകാൻ തീരുമാനമെടുക്കുന്നു. ആൻഡറീനയിൽ 2 വർഷം ചെലവഴിച്ചതിന് ശേഷം റൊണാൾഡോ മദീറ ദ്വീപിലെ നാസിയോണൽ ക്ലബിൽ ചേർന്നു. ആ സമയത്ത് അദ്ദേഹം ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ കളിക്കാരനാകുമെന്ന് ആർക്കും അറിയില്ലായിരുന്നെങ്കിലും അവിടെ അദ്ദേഹത്തിന്റെ എല്ലാ വിജയങ്ങളും അദ്ദേഹത്തിന്റെ കുടുംബം നന്നായി ആസ്വദിച്ചു. പിന്നീട് 12ാം വയസ്സിലാണ് തന്റെ ഫുട്ബോൾ കരിയർ മെച്ചപ്പെടുത്താനും മാതാപിതാക്കളെ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷിക്കാനുമുള്ള ശ്രമത്തിന്റെ ഭാഗമായി റൊണാൾഡോ തന്റെ ഏറ്റവും വലിയ തീരുമാനമെടുക്കുന്നത്. തനിക്ക് 12 വയസ്സുള്ളപ്പോൾ മദീറയിലുള്ള തന്റെ കുടുംബത്തെ ഉപേക്ഷിച്ച് അദ്ദേഹം ലിസ്ബണിലേക്ക് യാത്ര തിരിക്കുന്നു. 1997 സ്പോർട്ടിംഗ് CP ക്ലബ്ബുമായി 3 ദിവസത്തെ ട്രയലിൽ പങ്കെടുത്ത റൊണാൾഡോയെ 1500 യൂറോ കവർ സ്വന്തമാക്കുന്നു. തുടർന്ന് വിദ്യാഭ്യാസത്തെയും ഫുട്ബോളിനെയും ഒരുമിച്ച് കൊണ്ടുപോയ റൊണാൾഡോക്ക് സ്കൂളിൽ അധികകാലം പിടിച്ചു നിൽക്കാനായില്ല. തന്റെ 14ാം വയസ്സിൽ കസേരയെടുത്ത് എറിഞ്ഞു എന്ന് പറഞ്ഞ് കൊച്ചു റൊണാൾഡോയെ അന്ന് സ്കൂളിൽ നിന്ന് പുറത്താക്കുന്നു. ഇതേ കാലത്താണ് അമിത വേഗത കാരണം റൊണാൾഡോക്ക് ശരീര സമ്മർദ്ദം ഉയരുകയും വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുകയും ചെയ്യുന്നത്. ഇത് ക്രിസ്ത്യാനോക്ക് അതിവേഗം പടരുന്ന ഒരു ഹൃദ്രോഗത്തിലേക്ക് നയിച്ചു. ഇത് ഫുട്ബോൾ വരെ ഉപേക്ഷിക്കാൻ കാരണമാകും എന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു. റൊണാൾഡോയുടെ ഹൃദയം തകരാറിലായതിനെ തുടർന്ന് പെട്ടെന്ന് തന്നെ സ്പോർട്ടിംഗ് ക്ലബിലെ മെഡിക്കൽ സ്റ്റാഫ് അദ്ദേഹത്തിന് സർജറി നടത്താൻ മാതാപിതാക്കളുടെ അനുമതി തേടി. പ്രശ്നം പരിഹരിക്കാൻ റൊണാൾഡോ സർജറിക്ക് വിധേയനായി. സർജറി വിജയകരമായിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം റൊണാൾഡോ വീണ്ടും പരിശീലനത്തിലേക്ക് മടങ്ങി വന്നു. റൊണാൾഡോയുടെ 16ാമത്തെ വയസ്സിൽ സ്പോർട്ടിംഗ് CP ക്ലബിന്റെ പ്രീ സീസൺ ടൂറിൽ മാനേജർ ലാസ്ലോ ബലോണി അദ്ദേഹത്തിന് ഒരു അവസരം നൽകാൻ തീരുമാനിക്കുന്നു. അങ്ങനെ 2003 പ്രീ സീസൺ ടൂറിന്റെ ഭാഗമായി കൃത്യം ഓഗസ്റ്റ് 12ാം തീയതി ഇംഗ്ലണ്ടിലെ ഓൾഡ് ട്രഫോർഡിൽ വെച്ച് മാനേജർ ലാസ്ലോ ബലോണിയുടെ സംഘത്തിന് നേരിടേണ്ടിയിരുന്നത് സാക്ഷാൽ സർ അലക്സ് ഫെർഗൂസന്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെയായിരുന്നു.